തിക്കിലും തിരക്കിലും പെട്ട് 121 ആളുകൾ മരിച്ച ഹാത്രസ് ദുരന്തഭൂമി സന്ദർശിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു. അലിഗഡിൽ ദുരന്തബാധിതരെ രാഹുൽ ഗാന്ധി നേരിൽ കണ്ടു. സത്സംഗത്തിന് അനുമതി നേടിയ ദേവപ്രകാശ് മധുകർ ഇപ്പോൾ ഒളിവിലാണ്. സത്സംഗിൻ്റെ സംഘാടകരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. അതായത് ഈ ആൾ ദൈവത്തിനെ കുറിച്ച് എവിടെയാണ് എന്തെങ്കിലും വിശദാംശം കിട്ടിയോ? അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന രീതിയിലും പരാതി വരുന്നു. ഇത്ര ആളുകൾ മരിച്ചിട്ടും ഒരു പോലീസ് കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടില്ല എന്നാണോ അറിയുന്നത്? നമ്മുടെ ഈ ഉത്തരേന്ത്യയിലെ വിവിധ മേഖലകളിൽ ഈ വിധത്തിലുള്ള നിരവധി ആൾദൈവങ്ങളുണ്ട്. നമുക്കറിയാം ആസാറാം ബാപ്പുവിന്റെ ഒക്കെ കേസുകൾ എത്രത്തോളം സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായത് എന്നുള്ളതും അവർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ പോലും മറച്ചുവെക്കാനായിട്ട് മത്സരിക്കുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ. അവർ പരസ്പരം പല ഘട്ടങ്ങളിലും പഴിചാരുന്നുണ്ടെങ്കിലും അതിനൊരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം മുൻകാലങ്ങളിൽ നടന്നിട്ടില്ല. അതിന് സമാനമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഹത്രാസ് പോലെയുള്ള ഇടങ്ങത്ത് ഇത്ര വലിയ ഒരു സത്സംഗം, അതും ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രചരണങ്ങളൊക്കെ നടത്തിയ ഒരു സത്സംഗം, അത് നടത്താനായിട്ടുള്ള ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ മത അനുയായികളുടെയോ ഭാഗമായിട്ടല്ല, മറിച്ച് താൻ ഒരു മനുഷ്യദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഉള്ള സത്സംഗം അടക്കമുള്ളവയാണ് അദ്ദേഹം നടത്തി വന്നിരുന്നത്. ഒരുപക്ഷെ ഈ സത്സംഗം എന്ന വാക്ക് തന്നെ അതിന് ഉപയോഗിക്കാമോ എന്നുള്ളതും സംശയമാണ്. അങ്ങനെയുള്ള ഇത്തരം പരിപാടികൾക്ക് അനുമതി നൽകിയ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥ വൃന്ദവും ഒരു ഭാഗത്ത്, അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കിയ ഈ മധുകർ ഭണ്ഡാകർ അടക്കമുള്ള ആളുകൾ മറുഭാഗത്ത്, ഇവർക്കെതിരെയുള്ള കേസെടുക്കാനായിട്ട് പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ട് പക്ഷത്തിലെയും എസ് പിയുടെ അഖിലേഷ് യാദവ് തന്നെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഈ സത്സംഗ വേദിയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഉയരുന്ന ആരോപണങ്ങൾ പ്രധാനം. അതുപോലെ തന്നെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ മനുഷ്യ ദൈവത്തിന്റെ വലംകൈകളായി നിന്നിരുന്നു എന്നുള്ളതും മറ്റൊരു വശത്ത് ഉയരുന്ന ആരോപണങ്ങൾ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യഥാർത്ഥ വസ്തുതയെ സംബന്ധിച്ച് അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ആവശ്യങ്ങളാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ്, ഇന്ന് അവിടെ സന്ദർശിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. അദ്ദേഹം ഈ അലിഗഡിൽ അവിടെ ഉണ്ടായിരുന്ന ദുരന്തത്തിനിരയായിട്ടുള്ളവരുടെ കുടുംബങ്ങളെയും ദുരന്തത്തിനിരയായവരെയും അടക്കം അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കും. ഉത്തർപ്രദേശിന്റെ വിവിധ മേഖലകളിൽ ഈ വിധത്തിലുള്ള ആൾ ദൈവങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പണ്ട് ഗുണ്ടാസംഘങ്ങളുടെ പേരിൽ ഖ്യാതി നേടിയിരുന്ന പലയിടങ്ങളിലും അവർ മനുഷ്യ ദൈവത്തിന്റെ മേലങ്കി അണിയുന്നു എന്ന വിമർശനങ്ങൾ പോലും ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇത് അർഹിക്കുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടതിന് സംസ്ഥാന നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ നിയമത്തിന്റെ മാതൃകയിൽ ഒരു കേന്ദ്ര നിയമം വേണം എന്നുള്ളതാണ്. രാജ്യസഭാ ചെയർമാനും ആ ആവശ്യത്തെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും നിയമനിർമ്മാണത്തിന് സാധ്യത പരിശോധിക്കണം എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവുകയും ചെയ്യുന്നു. എസ്.കെ. താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യു.പിയിലേക്ക്